understand? Of course. No, Al-Qadri. There is absolutely no problem with the project. This Dan will solve everything. Shit. കോടിക്കണക്കിന് റിയാൽ എണ്ണി തന്ന സകല ശേഖന്മാർക്കും ഇപ്പൊ തന്നെ ഇരിപ്പിടം പൊള്ളാൻ തുടങ്ങി. ഇനി സായിപ്പന്മാരുടെയും വിളി വരുന്നതിന് മുമ്പേ അവനെ അങ്ങ് ഫിനിഷ് ചെയ്തേക്കണം അറ്റ് എനി കോസ്റ്റ്. പറ്റോടാണ് നിനക്ക്? ഭയ്യ സമാധാനമായിട്ടിരിക്കെ. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ ചടങ്ങങ്ങോട്ട് ഭംഗിയായിട്ട് അവസാനിപ്പിക്കാൻ എന്താ എനിക്ക് ഒരു കൈ തന്നെ ധാരാളമാ. You must do it. Sure. മോനെ, മോൻ വന്നൂന്നറിഞ്ഞു. വീട്ടിലേക്ക് വരാതെ കണ്ടപ്പോ ഒന്ന് വന്നതാ അമ്മച്ചി. എന്തിന്? അല്ല, മോനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതായിരിക്കും തള്ള അല്ലേ? എന്റെ തന്ത തല്ലിട്ട് ആ തന്തയ്ക്ക് പറക്കാത്തവന്റെ ഔദാര്യം നക്കി ആ വീട്ടിലേക്ക് ഞാൻ എന്റെ വലതുകാൽ വെക്കണമെങ്കിൽ ഇനി ഞാൻ വേറെ അപ്പന് ജനിക്കണം. മോനെ വേണ്ട. അല്ലെങ്കിൽ ആ കണക്ക് തീർക്കണം. നിങ്ങളൊക്കെ അവനോട് ഔദാര്യം പറ്റിയ കണക്ക് കൊണ്ടുപോയി കൊടുക്ക. ഇതുപോലെ അവന്റെ മുഖത്തെറിഞ്ഞു കൊടുക്ക. 3 പൈസയുടെ ബുൾബുൾ മുട്ടായിക്ക് വേണ്ടി പണ്ട് മുട്ടായി തെരുവിൽ തെണ്ടി തിരിഞ്ഞ് നടന്ന നീ ഇപ്പൊ 1000ന്റെ നോട്ട് കെട്ട് പെറ്റമ്മയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് വല്ലാതെ അങ്ങോട്ട് ഓവറാക്കല്ലേ കോയ. എന്റെ ഈ നല്ല ചങ്ങാതി കാരണം പണ്ട് ഇതിന്റെ പേരിൽ കള്ളനായതിൽ പിന്നെ ഈ സാധനം ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. പക്ഷെ ഈ പണം ഞാൻ എടുക്കുക ഈ അമ്മയ്ക്ക് വേണ്ടി. നിന്നെ പോലൊരു മകന്റെ ഭാരം 10 മാസം ചുമന്നുകൊണ്ട് നടന്നതിന്റെ വാടക പണം ഇവര് തിരിച്ചു ചോദിച്ചാൽ അതിന് ഈ പണം മതിയാകാതെ വരും. ഗുഡ്. അപ്പൊ അലിബായ്ക്ക് തല്ലാൻ മാത്രമല്ല ഉപദേശിക്കാനും അറിയാം. നിന്റെ ആ തെണ്ടിക്കൂട്ടങ്ങളില്ലാതെ ഒറ്റയ്ക്കോടെ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? അറബിക്കടലിൽ നീന്തി പഠിച്ചവന് കനാലിലെ വെള്ളം കണ്ടിട്ട് എന്തിനാണ് കോയ ബേജാറാവണത്? നിന്റെ അപ്പനെ തല്ലിയിട്ട എന്നെ ജയിക്കാനാണെങ്കിൽ ആണായിട്ട് നേരിട്ട് വാ പാളയം മാർക്കറ്റിലേക്ക്. അല്ലാതെ അവിടെ കിടന്ന് പൊരിവെയിൽ കൊള്ളുന്ന പാവങ്ങളുടെ അന്നം മുട്ടിച്ചിട്ട് എന്നോട് ജയിക്കാനാണ് നിന്റെ പടപ്പുറപ്പാണെങ്കിൽ മോനെ ഡാനെ, പ്രായത്തിൽ കൂടുതൽ വളർച്ചയുള്ള നിന്റെ ഈ ശരീരം അതിന് പോരാ. അതൊന്നും നിന്നോട് മുഖാമുഖം കണ്ടു പറയാനാ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നത്. അത് ശരി, കമ്മീഷണർ സാറ് കാര്യങ്ങളൊക്കെ അപ്പപ്പോ വന്ന് ഈ മേൽ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? ഏതൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ തന്തയ്ക്ക് പറക്കാത്ത ഒരു അങ്ങാടിപ്പട്ടിയുടെയും ശുപാർശ വേണ്ട എനിക്ക്. ഈ പണി മാർക്കറ്റിൽ വെച്ച് നീ എനിക്ക് നേരെ കയ്യോങ്ങിയപ്പോ എടുക്കാതിരുന്നത് നമ്മളെ പോലുള്ള ലോക്കൽ ഗുണ്ട നിന്നെ പോലുള്ള ഒഫീഷ്യൽ ഗുണ്ടയോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ലല്ലോ കോയ. എന്തായാലും ഇപ്പൊ തന്നത് ഈ അങ്ങാടി പട്ടിയുടെ തന്തയ്ക്ക് വിളിച്ച വകയില് ഒരു പണയപ്പണ്ടം പോലെ അവിടെ കിടക്കട്ടെ. നോക്കി നിൽക്കാതെ പൊട്ടിക്കാ പന്തിയെ. കൊല്ലപ്പുരയിലെ കത്തി മാത്രമല്ല കോയ, ഇതുപോലെ തൊട്ടാ പിടയ്ക്കണ സാധനവും കിട്ടും കോഴിക്കോട് അങ്ങാടിയില്. അതുകൊണ്ട് ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. വരുത്തിയാൽ അതിന്റെ പേരിൽ നിനക്കൊക്കെ ഉണ്ടാവുന്ന നാശങ്ങളെ കുറിച്ച് ഊഹിക്കാൻ പോലും പറ്റില്ല. പറയുന്നത് ബായ അലി ബായ്. കൊണ്ടടിക്ക് റിയാക്ട് ചെയ്യാൻ നീ ആര്? എമ്മൻ നമ്പ്യാരാ? ഇനി അന്നെ കോഴിക്കോട് അങ്ങാടി കണ്ട അള്ളാന കൂറെ പീസ് പീസാക്കി കളയും.
ഇത് വരുമ്പോ ആട്ടുംകൂട്ടം വരണം, അത് ഒരുമിച്ചാ വരിക. സോറ പറഞ്ഞു നിൽക്കാതെ വേഗം നോക്കടാ, ലോഡ് വേറെ ഇറക്കാനുണ്ട്. കണ്ടേട്ടാ, എന്താണ്ടാ ഈ ലോഡ് ഇറക്കിക്കോട്ടെ. അതാ ലോറി. ഞാൻ അറിയാതെ ഭായി വന്നല്ലോ. ഡോക്ടർക്ക് ഭായി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കുഞ്ഞിക്കണ്ണന്റെ കാര്യത്തിൽ ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയത് അയാളുടെ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നെനിക്ക് പറയാനറിയില്ല. സ്പൈനൽ കോഡിനാണ് ക്ഷതം പറ്റിയിരിക്കുന്നത്. തലച്ചോറിലേക്കുള്ള പ്രധാന ഞരമ്പാണത്. അയാൾക്കിനി ഒരിക്കലും ഡോക്ടർ പറയുന്നത് എഴുന്നേറ്റ് നടക്കാനാവില്ല. ആയുസ് എത്രയുണ്ടോ അത്രയും കാലം കിടപ്പിലായിരിക്കും. സ്വയം ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ. ഹി വിൽ ബി ഇൻ കോമ. എന്റെ കുഞ്ഞമ്മാവൻ പോയല്ലോ. എനിക്കിനി ആരാ ഉള്ളേ? എന്റെ ഭായി. നിനക്ക് ചെറിയ പ്രായ, പക്ഷെ നീ എപ്പോഴും തലയിലേറ്റുന്നത് വലിയ ഭാര. തലയിൽ ഭാരം പേറി ജീവിക്കാൻ തീരുമാനിച്ചവര് നോക്കിയും കണ്ടു വരത്തില്ലെങ്കിൽ പിന്നെ കഴുത്തൊടിയും. അതോടെ തീർന്നു അവന്റെ ജീവിതം. മനസ്സിലായ കുട്ടിക്ക്? നമ്മളായിട്ട് വെറുതെ കച്ചവടം പാടില്ല. ആരാണ് പറഞ്ഞത് നിന്നോടൊക്കെ ലോഡ് ഇറക്കാൻ? ഇങ്ങോട്ട് വാടാ. ഏത് മുതലാളി? ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അലിബായി. എനിക്ക് ഇടിക്കാൻ തമ്മി തന്നെ നടാൻ നായ്ക്കളെ. ഇത്രയും കാലം ഇവിടെ ഇല്ലാത്തൊരു പുതിയ ഏർപ്പാടോ? പുറമേ വന്ന ഈ ചെറ്റാൽ ഇവിടെ ഓടിറക്കാം. ഓരോ മുതലാളി പറഞ്ഞിട്ടാണ്. ഈ ഗോഡൌണുകളുടെ മുതലാളിമാരെയൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അക്കൂട്ടത്തിൽ ഏത് മുതലാളിയാ ഇമ്മാതിരി ഒരു പോക്കൃത്തരം കാണിക്കാൻ നിന്നെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? പറകോയാ. മര്യാദക്ക് ചോദിച്ചതിന് സമാനം പറഞ്ഞാൽ ഒറ്റ എണ്ണം പുറത്തു പോകില്ല. സലാം അലി ഭായ്. സലാം. ഞാൻ തന്നെയാ ഇപ്പൊ ഈ കാണുന്ന ഗോഡൌണുകളുടെ മുതലാളി. ഈ പഴയ മുതലാളിമാരോട് 1-2 വർഷത്തേക്ക് ഞാൻ ഇതൊക്കെ അങ്ങ് ലീസിനെടുത്തു. അന്ന് നീ എന്നെ വെല്ലുവിളിച്ചല്ലോ, ആണാണെങ്കിൽ പാളയ മാർക്കറ്റിലേക്ക് വാടാന്ന്. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്നു പോവാൻ ഒരു ഏർപ്പാട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇക്കാര്യത്തിൽ ഇവരൊക്കെ ഹാപ്പിയാടാ അൻവറേ. അല്ല, അത് പിന്നെ ഇപ്പൊ ഇവിടുന്ന് 2 കൊല്ലം കൊണ്ട് കിട്ടുന്ന കാശ് മൂപ്പര് 1/2 കൊല്ലം കൂടുമ്പോ തരാന്ന് പറഞ്ഞപ്പോ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല. എന്തായാലും ഒക്കെ ഒരു കച്ചവടല്ലേ? ഒക്കെ കച്ചവടം അല്ല രാഘവ. പണ്ട് അരി കിട്ടാത്ത കാലത്ത് 5-6 മാസം ഈ ഗോഡൌണുകളൊക്കെ പൂട്ടിക്കിടന്നപ്പോഴും നിന്റെയൊക്കെ കുടുംബത്തിലെ അന്നം മുട്ടിച്ചിട്ടില്ല ഇവിടുത്തെ തൊഴിലാളികള്. അത് കച്ചവടമായിരുന്ന? അതൊക്കെ പഴങ്കഥകളല്ലടാ. ആ പഴങ്കഥകളുടെ കണക്ക് തീർക്കാനാണ് നോഹയുടെ പേടകത്തിൽ കയറി കയ്യിലെ കള്ളപ്പണം വലിച്ചെറിഞ്ഞ് നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെങ്കിൽ ഇനി അത് താമസിപ്പിക്കണ്ട കോയ. നമുക്കിപ്പൊ ഇവിടെ വെച്ച് ആ കണക്ക് തീർക്കാം. അതിന് പണ്ട് നിന്റെ അപ്പന് വേണ്ടി
ഇവിടെ വരച്ച കളത്തിനോളം വലിപ്പം വേണ്ടി വരില്ല നിനക്ക്. പക്ഷെ അതല്ല നിന്റെ പ്രശ്നം. കറക്റ്റ്, അതല്ല എന്റെ പ്രശ്നം. അങ്ങനെ ഒരു കളം വരച്ച് നിന്നോട് തല്ലി തോൽക്കാൻ വന്നവനല്ല ഞാൻ, ജയിക്കാൻ വന്നവനാ. കരുത്തുകൊണ്ടല്ല, ബുദ്ധി കൊണ്ട്. ഇങ്ങോട്ട് വാടാ. ഇനി ഈ പന്നിന്റെ മേലെ കൈവച്ചവൻ ചത്തുപോകുമ്പായി. ഏതൊക്കെ കോടതി ചോദിച്ചിട്ടും ഇവന്റെ നാക്കനങ്ങളില്ല. കണ്ടോ ഭായി, ഓന്റെ അരയിൽ മുഴുവൻ 1000ന്റെ കെട്ടാ. പറടാ. വേണ്ട, തല്ലി മുറിവേൽപ്പിക്കാൻ ഇവൻ നമുക്ക് അന്യനൊന്നും അല്ലല്ലോ. ഒരു അനിയനല്ലേ? അല്ലടാ, നിന്റെ കയ്യിൽ നിന്ന് ഒരു ചാക്ക് കുഞ്ഞിക്കണ്ണേട്ടന്റെ തലയിലേക്ക് തെന്നി വീണപ്പോ അതറിയാതെ പറ്റിപ്പോയതാവട്ടെ എന്നായിരുന്നു ഉള്ളില്. എന്നാലും കാലം ഇതല്ലേ, അതുകൊണ്ടാ ഇവരോട് നിന്നെ ഒന്ന് നോക്കാൻ പറഞ്ഞത്. രാവന്തി വരെ ഭാരം പേറി ജീവിക്കണോന് അവസാനം സമ്പാദ്യമായിട്ട് ബാക്കിയാവാ നെറും തലയിൽ ഒരു തഴമ്പ. അപ്പൊ ഈ പറഞ്ഞ 1000ന്റെ കെട്ടും ഫോറിന്റെ കല്ലുമൊക്കെ ചിലപ്പോ ഒന്ന് മനസ്സ് മാറ്റിക്കളയും. നമ്മളൊക്കെ മനുഷ്യന്മാരായതുകൊണ്ട്. എന്നോടല്ല, നമ്മുടെ കൂട്ടത്തിൽ ആരോടായാലും അംഗം ജയിക്കാൻ വേണ്ടി ഒരുത്തൻ പാളയം മാർക്കറ്റിലേക്ക് കടന്നു വന്നാൽ അവന് വേണ്ടി ഒരു കളം വരയ്ക്കും ഞാൻ. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ളവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാനും കൊല്ലാനും ഒരുമ്പിട്ടിറങ്ങിയാൽ അവിടെ തോക്കുന്നത് ഞാനാ. നിങ്ങളൊക്കെ പേരിട്ട് വിളിച്ച ഈ അലിഭായ്. പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി. ഭായി വേണമെങ്കിൽ എന്നെ കൊന്നോ, നിങ്ങളോട് എനിക്ക് ജയിക്കണ്ട. എന്റെ കണ്ണേട്ടനെ കിടപ്പിലാക്കിട്ട് എനിക്ക് സമ്പാദിക്കാൻ വേണ്ട. പെങ്ങളെ കല്യാണവും പുറപ്പടിയും ഒരുമിച്ച് നടത്തി തരാമെന്ന് അവരൊക്കെ പറഞ്ഞപ്പോ പറ്റിപ്പോയി.